ജയിലിൽ കിടന്നാണ്. ജാമ്യം റദ്ദാക്കുന്ന കേസ് ഇപ്പൊ കോടതിയിലാണോ? ആയിക്കോട്ടെ, അടുത്തൊരു കേസൂടെ ആയിക്കോട്ടെ, വിഷയമില്ല. നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉൾപ്പെടെ ജയിലിൽ കിടന്നോളാം. ഞങ്ങൾ പ്രശ്നമില്ല. നമ്മളെ സർക്കാർ എന്ന് പറഞ്ഞ പിണറായി വിജയന് ഞമ്മക്കുള്ള സാധനങ്ങൾ അവിടെ കറക്റ്റുമായി എത്തിച്ചിരിക്കുന്നു. രാവിലെ ചപ്പാത്തി കടല, ഉച്ചക്ക് ആംപ്ലേറ്റ്, ചോറ്, ഇപ്പേരി അപ്പേരി ഒക്കെ. അതിന്റെ ശേഷം ചെറിയ ഈ മാലപ്പെട്ടകൻ ദീപാവലിക്ക് വലിയ ഗുണ്ട് നടു റോഡിക്കുന്നു. 4 മണിക്ക് നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ഒരു 4 മണിക്ക് ഒരു ചായ, ഒരു വട, അല്ലെങ്കിൽ പൈമ്പൊരി, ഒരു വട, അല്ലെങ്കിൽ ഒരു അട, ഒരു വട എന്നുള്ള അതിലൊക്കെ. രാത്രി ബീഫ് ഫ്രൈ, പൊറോട്ട. ഞായറാഴ്ച മാത്രം ബിരിയാണി. മച്ചാനത് പോരളിയ ും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത്. അവിടെ വന്ന് തിക്കും തിരക്കുണ്ടാക്കിയാൽ ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല. എല്ലാം ഞാൻ പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ്. പിന്നെ കൂടാന്ന് വിളിക്കുന്നത് ഏതായാലും മര്യാദ. എന്നെങ്കിൽ നീ ഒരു അഹങ്കാരിയാന്ന് പറയുമായിരുന്നു. ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം. എന്നെങ്കിൽ ഇനി ആരോടും മര്യാദ കേടായിട്ട് പെരുമാറരുത്. മനസ്സിലായോ? പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലൂടെ പൊട്ടും. എന്തൊക്കെയാണ് കാണുക. സാറേ, ഇത് ചെറിയ ഓലപ്പടക്കം, ഇത് ചൈനീസ് പടക്കമാണ്. ഇതിനകത്ത് വലിയ ബോംബൊന്നുമല്ല. ഇത് ഇവിടെ ബോംബ് പൊട്ടിക്കുന്നു. ആറന്മുള ലോറിക്കാര് വലിയ ബോംബ് പൊട്ടിക്കുന്നു. അതുപോലെ ദീപാവലിക്ക് ഗുണ്ട് പൊട്ടിക്കുന്നു നടു റോഡില്. ഞങ്ങളെ ഒരു ഇത്രയും മാറി ആർക്കും ശല്യമില്ലാത്തത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അതും ഭാരവാഹികളാണ് ഇപ്പോൾ ജയിലിന് മുന്നിൽ പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്ലാബിന് മുന്നിൽ ഇട്ട് പടക്കം പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബോബി ചെമ്മണ്ണൂർ പുറത്ത് ഇറങ്ങി ഈ കാര്യങ്ങളൊന്നും അറിയാതെ, ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നതൊന്നും അറിയാതെയാണ് ഇപ്പോൾ മെൻ അസോസിയേഷൻകാര് അവിടെ എത്തി പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണുന്നു. ബോബി ചെമ്മണ്ണൂരിന് തന്നെ ഇപ്പോൾ ഒരു വിനയായി മാറിയിരിക്കുന്നു. ഇതൊന്നും അറിയാതെ അവിടെ എത്തുന്ന മെൻസ് അസോസിയേഷൻകാരുടെ അടുത്ത പ്രകടനമാണ് വേറൊരു ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശ്യാം ദേവരാജ്, ചുരുക്കത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ നമുക്ക് ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. വിചാരിച്ച പോലല്ല, സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേടൂ. IPC 244 പ്രകാരം താൻ മിണ്ടി പോരുത്. തന്റെ IPC ഞാൻ കൂടെ കേട്ടതാ. ഒടുക്കവന് പോലീസ് കൊണ്ടുപോയി. താൻ നശിച്ചു പോകത്തുള്ളൂ. തന്റെ ഓഫീസിന് മുമ്പിലേ ഞാൻ സത്യാഗ്രഹമായിരിക്കും. നോക്കിക്കോ. ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം ഞങ്ങൾക്കെല്ലാം അപമാനമാണ്. സ്ത്രീകൾ കൂടി അപമാനമാണ്. അവര് പ്രദർശനത്തിനായിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്ന നിങ്ങളുമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തിഗതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? ചെമ്മണ്ണൂരിന് വീണ്ടും കുരുക്കാകുമോ എന്നുള്ളതാണ്. അവസാന നിമിഷം ബോബി ചെമ്മണ്ണൂരിന് ആരുടെയോ തെറ്റായ ഒരു മാർക്കറ്റിംഗ് ഉപദേശം കിട്ടുന്നു. ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അദ്ദേഹം തന്നെ വരുത്തിവെച്ച വിനയ് എന്ന് പറയേണ്ടി വരും. അഭിഭാഷകർ പോലും അന്തം വിട്ടുപോയൊരു തീരുമാനമായിരുന്നു ഇന്നലെ വൈകുന്നേരം നമ്മൾ കോടതിയിൽ നിന്ന് കേട്ടത്. ഇന്നലെ ജയിലിൽ നിന്ന് കേട്ടത്. ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറാകാതിരുന്ന
ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. നാടകം കളിക്കരുതെന്ന് ഹൈക്കോടതി. റിമാൻഡ് തടവുകാരുടെ വക്കാലത്തെടുക്കേണ്ട. ജാമ്യം റദ്ദാക്കമണിക്ക് അറിയൂ, ജാമ്യം റദ്ദാക്കുമോ ഇല്ലയോ? പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാത്ത എന്താ? കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ജാമ്യം റദ്ദാക്കുമെന്നാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ജാമ്യം റദ്ദാക്കുമെന്നാണ്. ഒന്നുമല്ല, ഞങ്ങൾ ഇത് പൊട്ടിച്ചിരിക്കും. അത് ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ്. പൊട്ടിക്കുന്ന സമയത്ത് ജാമ്യം റദ്ദായാൽ പടക്കം പൊട്ടിച്ചത് അകത്താവുന്നതിന് വേണ്ടിയായി തീരും. കോടതി പറഞ്ഞിരിക്കുന്നത് ജാമ്യം റദ്ദാക്കുന്ന പൊട്ടിക്കാൻ പറഞ്ഞു. വസ്ത്രസ്വാതന്ത്ര്യം അന്നേരം ഒരു കാര്യമുണ്ട്. വസ്ത്രം ഏതും ധരിക്കാം, പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കളയാനും പഠിക്കണം. എന്ത് തുണി ഇട്ടോണ്ട് ഇറങ്ങിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു, അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു, അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയരുത്. അത് ജാമ്യം റദ്ദാക്കുന്ന നാടകം കളിക്കാണോന്ന് കോടതി ചോദിച്ചു. എങ്ങനെയാണ് ആരാണ് നാടകം കളിച്ചത്? നാടകം കളിക്കുന്നത് ഇപ്പൊ പോലീസാ, നമ്മളല്ല. പോലീസാണ് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്താ നാടകം? 12 മണിക്കകത്തെ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കേസ് അകത്താവും. ബോബി ചെമ്മണ്ണൂരും അകത്താവും, നിങ്ങളും അകത്താവും. ബോബി ചെമ്മണ്ണൂരും അകത്താവും, നിങ്ങളും അകത്താവും. പടക്കം പൊട്ടിച്ചു അങ്ങനെ അകത്താവണമെങ്കിൽ ജയിലിൽ ഞങ്ങൾ സ്വീകരിച്ചോളാം. അദ്ദേഹം ജാമ്യം കിട്ടിയിട്ട് അവിടെ കിടന്ന വസ്ത്രം ധരിക്കുന്നോണ്ടാണോ, പലതരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നോണ്ടാണോ സ്ത്രീകൾക്ക് നേരെ അതിക്രമം? അതൊരിക്കലും ഞാൻ അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഒരു ഏത് വസ്ത്രം ധരിക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുള്ളതല്ല. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. പക്ഷെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ, മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടോണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. പറയുന്ന ആൾ ഏത് സ്ത്രീക്ക് വേണേലും ധരിക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ഉടുത്തോണ്ടിറങ്ങുന്ന തുണിയെ പറ്റി മറ്റുള്ള ഒരു കമന്റ് പറയുമെന്ന് ബോധമുണ്ടായിരിക്കണം സ്ത്രീക്ക്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു സ്ത്രീയാണ്. പുരുഷന്മാരുടെ കൂട്ട് സ്ത്രീകൾക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഇട്ടോണ്ടിറങ്ങുന്ന ഡ്രസ്സിനെ പറ്റി സമൂഹ മാധ്യമങ്ങൾ അല്ലെ സമൂഹങ്ങൾ പലതും പറയും. അതിനെ അതിജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇട്ടോണ്ടിറങ്ങാവൂ. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനെ മതി, ഇഷ്ടം പോലെ കഴിച്ചു, സന്തോഷായി അല്ലേ? ഒരാഴ്ചത്തേക്ക് എനിക്ക് ഇനി ഭക്ഷണം വേണ്ട. ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനി അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് നിങ്ങളൊക്കെ എവിടെ? ഞങ്ങൾ പല ജില്ലക്കാരാണ്. തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം ഉണ്ട്, വയനാട് ഉണ്ട്, അതുപോലെ തന്നെ തിരുപ്പൂരിൽ നിന്ന് പോലും ആൾക്കാർ വന്നിട്ടുണ്ട് ബോച്ചയ്ക്ക് വേണ്ടി. കാസർഗോഡ്, മലപ്പുറം, വയനാട്. പറയാനുള്ളത് ഹണി റോസിന് ശിക്ഷ കൊടുക്കണം. അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു? 4 മാസം കഴിഞ്ഞപ്പോഴാണോ അവൾക്ക് വിവരം വെച്ചത്? അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാ? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം, നമുക്കിപ്പോ ഈ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് 6 ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത്? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ വേണ്ടി ഞങ്ങള് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പരിപൂർണ്ണ ഞങ്ങള് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സംഘടന പടക്കം പൊട്ടി സ്വീകരിക്കുന്നത്. ഇനി തൃശ്ശൂർ പോയി ഞങ്ങൾ മാലയിടും. അപ്പൊ പടക്കം പൊട്ടിച്ചിട്ട് പോവുക. തൃശ്ശൂര് മാലയിടാൻ പോവുക. എന്താ എത്രയോ നിരപരാധ പോലീസ് അനുമതി ഇല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കും. പോലീസ് ഒന്നും അല്ല ഇതിൽ.